കേരള സർക്കാരിൻ്റെ ശുപാർശ പ്രകാരം ശ്രീ അച്യുതാനന്ദന് പത്മവിഭൂഷണും ശ്രീ വെള്ളാപ്പള്ളിക്ക് പത്മഭൂഷണും ലഭിച്ചിരിക്കുകയാണ്. ഇത് വളരെയേറെ ചർച്ചാ വിഷയമായ ഒരു കാര്യമാണ്. ഇതിൽ ഒരു എടുത്തു പറയേണ്ട കാര്യം, ശ്രീ വെള്ളാപ്പള്ളി നടേശൻ ഈ മൈക്രോ ഫൈനാൻസ് തട്ടിപ്പ് കേസിൽ കേരളത്തിൽ ഉടനീളമുള്ള 127 കേസുകളിൽ പ്രതിയാണ്. ശ്രീ അച്യുതാനന്ദനാകട്ടെ അദ്ദേഹം നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഈ കേസുകളൊക്കെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ സ്ഥിതി വിശേഷം എന്തെന്ന് വെച്ചാൽ, വാദിക്ക് പത്മവിഭൂഷണും പ്രതിക്ക് പത്മഭൂഷണും കിട്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. ഏതായാലും അച്യുതാനന്ദൻ ജീവിച്ചിരിപ്പില്ല എന്നുള്ളത് കൊണ്ട് ഈ പത്മഭൂഷൺ നേടിയ ആളും പത്മവിഭൂഷൺ നേടിയ ആളും തമ്മിൽ മുഖത്തോട് മുഖം കോടതിയിൽ വെച്ച് കാണേണ്ട ഒരു സ്ഥിതിവിശേഷം ഒഴിവായിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം ശ്രീ വെള്ളാപ്പള്ളി നടേശൻ സാറിനോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, അങ്ങ് തന്നെ പറഞ്ഞിട്ടുണ്ട് പത്മഭൂഷൺ എന്നൊക്കെ പറയുന്നത് കാശ് കൊടുത്താൽ കിട്ടുന്ന ഒന്നാണെന്ന്. അങ്ങനെയെങ്കിൽ അങ്ങ് ഈ സ്ഥാനം വേണ്ട എന്ന് വയ്ക്കണം. ഇത് തന്നതിന് നന്ദി പറഞ്ഞുകൊണ്ട് ബഹുമാന പുരസ്സരം ഞാനിത് നിരസിക്കുന്നു എന്ന് പറയണം. അതിനുള്ള മനോഭാവം ഉണ്ടാകണം. അങ്ങനെ വന്നാൽ ഉണ്ടാകുന്ന മറ്റൊരു വലിയ പ്രയോജനം, പിണങ്ങിപ്പോയ സുകുമാരൻ നായർ സാറിനെ തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും. അങ്ങനെ കേരളത്തിൽ ഉടലെടുത്ത നായർ ഈഴവ ഐക്യം മുളയിലേ നുള്ളപ്പെട്ടു എങ്കിലും അതിന് വീണ്ടും കിളിർത്ത് വളരാനും ശക്തി പ്രാപിക്കാനുമുള്ള ഒരവസരം കൂടി അതിലൂടെ സൃഷ്ടിക്കപ്പെടുകയും ചെയ്യും. ഏതായാലും ഈ ഒരു സിറ്റുവേഷൻ ശ്രീ വെള്ളാപ്പള്ളി നടേശൻ സാർ ബുദ്ധിപൂർവം ഇത് നിരസിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. മറ്റൊരു കാര്യം, കേന്ദ്ര ഗവൺമെൻറ് ചെയ്ത ഒരു അറിഞ്ഞോ അറിയാതെയോ തെറ്റ് എന്ന് പറയുന്നത്, പ്രസിഡന്റിൻ്റെ മുൻപിലാണ് പോയി ഈ പുരസ്കാരം നേടേണ്ടത്. അത്രയും ഔന്നത്യത്തിൽ വർത്തിക്കുന്ന, ഉന്നത സ്ഥാനത്തിരിക്കുന്ന, ഇന്ത്യയുടെ പരമോന്നത പദവിയിലിരിക്കുന്ന പ്രസിഡന്റിൻ്റെ അടുത്ത് ഇദ്ദേഹം പോയി നിൽക്കുക എന്ന് പറയുന്നത് ഇന്ത്യക്കൊരു അപമാനമല്ലേ എന്നുകൂടി സർക്കാർ ആലോചിക്കേണ്ടതുണ്ട്. ഇത് സർക്കാരായിട്ടൊന്നുകിൽ പിൻവലിക്കണം, അല്ലെങ്കിൽ ശ്രീ വെള്ളാപ്പള്ളി നടേശനായിട്ട് തന്നെ ഇത് വേണ്ടെന്ന് വയ്ക്കണം. അങ്ങനെ ഈ നാടിൻ്റെ അന്തസ്സും അതേപോലെ ക്രിമിനൽ കേസിൽ പ്രതിയാകുന്ന ആളിനെ പോലും മഹോന്നതങ്ങളായ പുരസ്കാരങ്ങൾ നൽകി ആദരിക്കുന്നൊരു നാടാണ് ഇന്ത്യ എന്നുള്ളൊരു പേരുദോഷം ഇല്ലാതാക്കാനും സർക്കാർ ശ്രമിക്കണം. അതിന് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ സഹകരിക്കുകയും വേണം.